അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അങ്ങനെ അവർ അവശനായി കിടക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വലിച്ചിഴച്ച് കിണറിനടുത്തേക്ക് കൊണ്ടുപോയി. ആ പിഞ്ചുബാലന്റെ ദീനരോദനങ്ങൾ ആ കഠിന ഹൃദയരിൽ ഒരു മാറ്റവും വരുത്തിയില്ല. അവർ യൂസുഫ് നബി അണിഞ്ഞ ഉടുപ്പ് അഴിച്ചെടുത്തു. കയ്യും കാലും ബന്ധിച്ചു ഒരു കയറിൽ കെട്ടി അവർ യൂസുഫിനെ കിണറ്റിലേക്ക് ഇറക്കി. തന്റെ അന്ത്യം അടുത്തെന്ന് മനസ്സിലാക്കിയ ആ ബാലൻ നിഷ്കളങ്കതയോടെ യഹൂദയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, വീട്ടിൽ ചെല്ലുമ്പോൾ പിതാവിനോട് എന്റെ അവസാന സലാം അറിയിക്കണം. ഇത് കേട്ട യഹൂദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുറ്റബോധം അയാളെ മനസ്സിനെ തളർത്തി. പെട്ടെന്ന് റൂബിയിൽ യൂസുഫിനെ ബന്ധിച്ച കയർ മുറിച്ചു വിട്ടു. ഒരു വലിയ ശബ്ദത്തോടെ യൂസുഫ് നബി അലൈഹിസ്സലാം ആ ഗർത്തത്തിന്റെ അടിത്തട്ടിൽ ചെന്ന് പതിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാം ആ കിണറിന്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നുപോയി. യൂസുഫ് എല്ലാം അള്ളാഹുവിൽ ബരമേൽപ്പിച്ചു. അവിടെ അള്ളാഹുവിന്റെ ഇടപെടൽ നടന്നു. ഈ സമയത്ത് അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ പ്രത്യക്ഷമായി യൂസുഫിനെ താങ്ങിയെടുത്തു. പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെട്ട ഒരു വെള്ളക്കല്ലിന്മേൽ യൂസുഫിന്റെ പാർശ്വത്തിൽ തൂക്കിയിട്ട പോലെ ഒരു ഉടുപ്പും മലക്ക് സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്നതാണെന്നും നമ്രൂദ് തീകുണ്ടത്തിൽ എറിഞ്ഞപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പുതപ്പിച്ച ഉടുപ്പാണെന്നും കിസ്സകളിൽ പറയുന്നുണ്ട്. മലക്കിന്റെ ദൃഷ്ടിയിൽപ്പെട്ട ആ ഉടുപ്പ് കല്ലിൽ വിരിച്ച് യൂസഫിനെ അതിനു മുകളിൽ ഇരുത്തി. എന്നിട്ട് കിണറ്റിലുണ്ടായിരുന്ന ജന്തുജാലങ്ങൾക്ക് മലക്ക് താക്കീത് ചെയ്തു. യൂസഫിനെ ചില സർപ്പങ്ങൾ ഉപദ്രവിക്കാൻ ഒരുങ്ങിയപ്പോൾ, ഇതാ നിരപരാധിയായ ഒരു മനുഷ്യൻ ഇവിടെ ആഗതനായിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളുടെ ഒരു അതിഥിയാണ്. അദ്ദേഹത്തിന് നിങ്ങളിൽ നിന്ന് യാതൊരു ഉപദ്രവവും നേരിടാൻ പാടില്ല. ഇങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിന് എല്ലാവിധ സുരക്ഷയും ഉറപ്പുവരുത്തി. കിണറിനെ നോക്കത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുത്ത് സുന്ദരമായ ഒരു ഉദ്യാനം നൽകിയിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്നും മടങ്ങിപ്പോയത് എന്ന് കിസ്സകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യൂസുഫ് നബിയെ താഴ്ത്തിയ ആ കിണർ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പുത്രനായ സാം നിർമ്മിച്ചതായിരുന്നു. ആ കിണർ ബൈത്തുൽ അഹ്സാൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ആ കിണറിന്റെ മുകൾ ഭാഗം ഇടുങ്ങിയതും അടിഭാഗം വിസ്തൃതിയുള്ളതുമായിരുന്നു. അന്ധകാര നിബിഡമായ ആ കിണറ്റിൽ ജന്തുജാലങ്ങൾ പൊരുത്തത്തോടെ ജീവിച്ചിരുന്നു. കിണറിൽ ഒരാളുടെ പൊക്കത്തോളം വെള്ളവും ആ വെള്ളം ഉപ്പുരസം കലർന്നതുമായിരുന്നു. 400 മുഴമായിരുന്നു ആ കിണറിന്റെ ആഴം. യൂസുഫ് നബി അലൈഹിസ്സലാം ആ കിണറിൽ ഇറങ്ങിയതോടുകൂടി അതിലെ വെള്ളം മധുരിച്ചു മനോഹരമുള്ളതായി. യൂസുഫിന് ഈ പരീക്ഷണം അള്ളാഹു കൊടുക്കാനുണ്ടായിരുന്ന 2 കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കാം. ഒന്നാമത്തെ കാര്യം, ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു പണ്ഡിതൻ ഷീസ് നബി അലൈഹിസ്സലാമിന്റെ വേദഗ്രന്ഥത്തിൽ നിന്നും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തെ കുറിച്ച് മനസ്സിലാക്കി നബിയെ കാണാൻ ആഗ്രഹിച്ചു. അള്ളാഹുവിനോട് അദ്ദേഹം നിത്യവും നബിയെ നേരിൽ കാണുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ജുബുൽ അഹ്സീൻ എന്ന കിണറിൽ പോയി താമസിക്കാൻ അള്ളാഹുവിൽ നിന്നും കൽപ്പനയുണ്ടായി. അങ്ങനെ 1200 വർഷം ആ കിണറ്റിൽ ആ മഹാൻ താമസിച്ചിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിൽ ഇറക്കപ്പെട്ടതിന് ശേഷം നബിയെ ദർശിച്ചു ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങയെ ദർശിക്കുവാൻ വേണ്ടിയാണ് ഇത്രയും വർഷങ്ങൾ ഞാൻ ഇവിടെ കാത്തിരുന്നത്. അങ്ങയ്ക്ക് സംഭവിച്ച ഈ പരീക്ഷണത്തിൽ വിഷമിക്കരുത്. അങ്ങയുടെ എല്ലാ കാര്യവും ഞാൻ അള്ളാഹുവിങ്കൽ ഭരമേൽപ്പിക്കുന്നു എന്നും പറഞ്ഞ് ആ പണ്ഡിതൻ അവിടെ വെച്ച് മരണപ്പെട്ടു. രണ്ടാമതായുള്ള കാര്യം, യൂസുഫ് നബി അലൈഹിസ്സലാം ഒരിക്കൽ കണ്ണാടിയിൽ നോക്കി. അപ്പോൾ അദ്ദേഹം സ്വന്തം സൗന്ദര്യത്തിൽ അഹങ്കരിച്ചു പോയി. ഞാനൊരു അടിമയായാൽ എന്റെ മൂല്യം നിർണയിക്കാൻ കഴിയുന്നതല്ല എന്ന് അദ്ദേഹം തന്നെത്താൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ അനുമാനം ശരിയല്ലെന്ന് കാണിക്കുവാനാണ് കിണറ്റിൽ ഇറക്കിയതെന്നും തുച്ഛം കാശിന് വിൽക്കുകയും ചെയ്തത് എന്നും പറയപ്പെടുന്നുണ്ട്. കിണറ്റിൽ ഇറക്കപ്പെട്ടെങ്കിലും യൂസഫിന് ഒരു അപകടവും സംഭവിച്ചില്ല. യൂസഫിനെ കിണറ്റിൽ എറിഞ്ഞതിനെ തുടർന്ന് ജ്യേഷ്ഠന്മാർ അവിടെ നിന്നും പോയി. യൂസഫിന്റെ ശല്യം ഇല്ലാതാക്കിയതിന്റെ സന്തോഷത്തിൽ അവരെല്ലാവരും ഉത്സാഹത്തിലായി. യൂസഫിനെ ചെന്നായ പിടിച്ചെന്ന് പിതാവിനെ പറഞ്ഞു വിശ്വസിപ്പിക്കാമെന്നായിരുന്നു അവരുടെ തീരുമാനം. മുമ്പത്തെ തീരുമാനത്തിന് തെളിവായി അവർ ഒരു ആടിനെ അറുത്ത് ആ രക്തം യൂസുഫ് നബിയുടെ ഉടുപ്പിൽ പുരട്ടി അതുമായി വീട്ടിലേക്ക് യാത്രയായി.
കാട്ടിലേക്ക് പോയ തന്റെ പുത്രന്മാർ മടങ്ങിയെത്താൻ വൈകിയപ്പോൾ അസ്വസ്ഥനായി വീടിന് പുറത്ത് വഴിയിലേക്ക് കണ്ണുനട്ട് നിൽക്കുകയായിരുന്നു ആ പുണ്യ പിതാവ്. സമയം മുന്നോട്ട് പോകുന്തോറും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയാശങ്ക കൂടിക്കൂടി വന്നു. എന്തായിരിക്കും അവർ താമസിക്കുന്നത്? വഴിയിൽ വല്ല അപകടവും സംഭവിച്ചു കാണുമോ? പെട്ടെന്ന് നബിയുടെ മുഖം പ്രസന്നമായി. അവർ വരുന്നുണ്ട്. മക്കളുടെ ഇടയിൽ നബിയുടെ കണ്ണുകൾ യൂസഫിനെ തിരഞ്ഞു. യൂസഫിനെ കാണുന്നില്ലല്ലോ. പരിഭ്രാന്തനായ നബി മക്കളുടെ അടുത്തേക്ക് ഓടിയടുത്തു. യൂസഫിനെ കാണുന്നില്ലല്ലോ, അവൻ എവിടെ? ആ ചോദ്യം നബി ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അവൻ എന്തു പറ്റി? കൂട്ടത്തിൽ ശമ്മേൻ പറഞ്ഞു, പിതാവേ, അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചാലും. കാട്ടിലെത്തിയ ഉടനെ യൂസഫിനെ ഒരു മരത്തണലിൽ ഇരുത്തി ഞങ്ങൾ ആടിനെ മേക്കാൻ പോയി. പെട്ടെന്ന് യൂസഫിന്റെ നിലവിളി കേട്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ യൂസഫിനെ, ഞങ്ങളുടെ പൊന്നനുജനെ, ഒരു ചെന്നായ പിടിച്ച് തിന്നുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് കേട്ടതും ആ പിതാവ് ബോധരഹിതനായി നിലത്ത് വീണു. പുത്രന്മാരുടെ പരിചരണത്തിലൂടെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് സ്വബോധം തിരിച്ചു കിട്ടി. അപ്പോഴും ഖദ്ഗകണ്ഠനായി ആ പിതാവ് വിലപിച്ചുകൊണ്ടേയിരുന്നു. യൂസഫ് നബിയെ ചെന്നായ പിടിച്ചതിന് തെളിവായി ആടിന്റെ ചോര പുരട്ടിയ ആ ഉടുപ്പ് യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ കാണിച്ചു. ഇത് കണ്ട നിമിഷം യാക്കൂബ് നബി പൊട്ടിക്കരയുവാൻ തുടങ്ങി. ഒടുവിൽ അദ്ദേഹം ചിരിച്ചു തുടങ്ങി. യാക്കൂബ് നബി അലൈഹിസ്സലാം ചിരിക്കുന്നത് കണ്ട പുത്രന്മാർ അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് വ്യസനത്തോടെ ചോദിച്ചു, പിതാവേ, അങ്ങ് ഒരേ സമയം ചിരിക്കുകയും കരയുകയും ചെയ്യുന്നു. അങ്ങേക്ക് ബുദ്ധിഭ്രമം പിടിപെട്ടുപോയോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, കുപ്പായത്തിൽ ചോര പുരണ്ടത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു. പിന്നീട് കുപ്പായം കീറിയത് കാണാതായപ്പോൾ ചിരിച്ചും പോയി. യൂസഫിനെ ചെന്നായ പിടിച്ചിട്ടില്ല. ചെന്നായ പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുപ്പായം കീറുമായിരുന്നു. പറയൂ, അവൻ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ അവനെ എന്താണ് ചെയ്തത്? പിതാവിന്റെ പെട്ടെന്നുണ്ടായ ഭാവമാറ്റം പുത്രന്മാരിൽ പരിഭ്രാന്തി പരത്തി. അവർ കരഞ്ഞുകൊണ്ട് നബിയോട് പറയാൻ തുടങ്ങി, പിതാവേ, ഞങ്ങൾ പറയുന്നത് സത്യമാണ്. അങ്ങേക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ യൂസഫിനെ പിടിച്ച ആ ചെന്നായെ ഞങ്ങൾ അങ്ങയുടെ അരികിലെത്തിക്കാം. പിതാവ് തന്നെ നേരിട്ട് ചോദിച്ച് സത്യം മനസ്സിലാക്കൂ. അത് മറുപടി പറയുകയാണെങ്കിൽ ഞങ്ങൾ കളവ് പറയുന്നതെന്ന് അങ്ങേക്ക് ബോധ്യമാവും. യാക്കൂബ് നബി അലൈഹിസ്സലാം പെട്ടെന്ന് തന്നെ അനുവാദം നൽകി. അള്ളാഹുവിന്റെ കൽപ്പന അനുകൂലമായി വരുമെന്നും ചെന്നായ സത്യം പറയുമെന്നും നബി വിശ്വസിച്ചിരുന്നു. ഇത് കേട്ടതും പുത്രന്മാർ കാട്ടിൽ നിന്നും ക്ഷീണിച്ച് തളർന്നു കിടന്നിരുന്ന പ്രായം അധികരിച്ച ഒരു ചെന്നായയെ പിടിച്ചുകെട്ടി പിതാവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. യാക്കൂബ് നബി അലൈഹിസ്സലാം ചെന്നായയുടെ മുഖത്ത് നോക്കി എന്നിട്ട് അതിനോട് ചോദിച്ചു, അല്ലയോ ചെന്നായെ, നീയാണോ എന്റെ പുത്രൻ യൂസഫിനെ ഭക്ഷിച്ചത്? നീയാണെങ്കിൽ എന്തിനത് ചെയ്തു? സത്യം പറയൂ. ഇത് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ആ ചെന്നായ നബിയോട് സംസാരിക്കാൻ തുടങ്ങി. താഴ്മയോടെ, അല്ലയോ പ്രവാചകരെ, അങ്ങയുടെ ആട്ടിൻകൂട്ടത്തിലെ ഒരു ആട്ടിൻ കുഞ്ഞിനെ പോലും ഞാൻ സമീപിക്കാറില്ല. അങ്ങനെയുള്ള ഞാൻ അങ്ങയുടെ പ്രിയപ്പെട്ട പുത്രനെ ഭക്ഷിക്കുമോ? അതുമാത്രമല്ല, പ്രവാചകന്മാരുടെ മാംസം ഞങ്ങൾക്ക് നിഷിദ്ധമാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു, സത്യത്തിൽ അങ്ങയുടെ പുത്രന്മാരാണ് എന്നോട് അനീതി കാണിച്ചത്. ഞാൻ മിസ്റിൽ നിന്ന് വരികയാണ്. കാണാതായ എന്റെ അനുജൻ ഷാമിലുണ്ടെന്ന് അറിഞ്ഞ് ഈ വഴി യാത്ര തുടർന്നതാണ്. ഒരുപാട് അലഞ്ഞു നടന്ന് ഞാൻ ക്ഷീണിച്ച് തളർന്നപ്പോൾ വിശ്രമിക്കുന്നതിനിടയിലാണ് ഇവർ എന്നെ ബന്ധനസ്ഥനാക്കി ഇവിടെ എത്തിച്ചത്. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ദയവായി പോകാൻ അനുവദിക്കണം. സത്യം എന്താണെന്ന് തുറന്നു പറയാൻ അങ്ങയുടെ പുത്രന്മാരോട് പറഞ്ഞാലും നബിയെ. ചെന്നായയുടെ ഈ വാക്കുകൾ കേട്ട അവർ ലജ്ജിച്ചു. എങ്കിലും അവർ തെറ്റു ചെയ്തെന്ന് പറയാൻ തയ്യാറായിരുന്നില്ല. പിതാവ് ചെന്നായിയുടെ വാക്കുകൾ വിശ്വസിച്ചെന്ന് മനസ്സിലാക്കി അവർ തന്ത്രം മാറ്റി. പിതാവേ, ഈ ചെന്നായിയുടെ വാക്കുകൾ വിശ്വസിക്കരുത്. അവർ നബിയോട് പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് സത്യമാണ്. യൂസഫിനെ ചെന്നായ പിടിച്ചതാണ്. അത് ഈ ചെന്നായ തന്നെയാണോ എന്നറിയില്ല. യൂസഫിന്റെ കരച്ചിൽ കേട്ടുവന്ന് നോക്കിയപ്പോൾ ഈ ചെന്നായ അവിടെ നിൽക്കുന്നത് കണ്ടു. അതാണ് ഇതിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നത്. ഇത് കേട്ട നബി പുത്രന്മാരോട് പറഞ്ഞു, സത്യത്തിൽ ആ മൃഗത്തിനുള്ള സഹോദര സ്നേഹം പോലും നിങ്ങൾക്കില്ല. അതുകൊണ്ട് ആ സാധു മൃഗത്തെ ബന്ധനമുക്തമാക്കൂ. അവർ അതിനെ ബന്ധനത്തിൽ നിന്നും മുക്തനാക്കി. ചെന്നായ പോകുന്നതിന് മുമ്പ് നബിയോട് പറഞ്ഞു, എന്റെ അനുജനും ഞാനും എത്രയും വേഗം കണ്ടുമുട്ടുന്നതിന് വേണ്ടി പ്രവാചകരെ അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ. ഞാനും അങ്ങേക്ക് പുത്രനെ തിരിച്ചു കിട്ടുവാൻ വേണ്ടി ദുആ ചെയ്യും. അങ്ങനെയും പറഞ്ഞ് ആ ചെന്നായ കാട്ടിലേക്ക് പോയി. യൂസുഫിനെ താഴ്ത്തിയ കിണറ്റിൽ സഹോദരന്മാർ ചെന്ന് വിളിച്ചു നോക്കി. ആദ്യ ദിവസം വിളി കേട്ടപ്പോൾ കിണറ്റിലേക്ക് കല്ലെടുത്തിടാൻ ശ്രമിച്ചു. അനുജന്മാരെ ശമ്മേൻ തടഞ്ഞു. പിന്നെയും പല പ്രാവശ്യം വന്ന് വിളിച്ചു നോക്കി. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി. യാക്കൂബ് നബി അലൈഹിസ്സലാം പുത്രവിയോഗത്താൽ മനസ്സു തളർന്നു കരച്ചിൽ മാത്രമായി ദിവസങ്ങൾ തള്ളി നീക്കി. ഇതേ സമയം യൂസഫ് നബി കിണറ്റിൽ. പിതാവും തന്റെ അനിയൻ ബുന്യാമിനെയും കാണാത്തതിൽ വിഷമമുണ്ടെങ്കിലും ഓരോ ദിവസവും സന്തോഷത്തോടെ കഴിച്ചുകൂട്ടി. ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം
അലൈഹിസ്സലാം വന്ന് യൂസഫിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ അറിയിപ്പുണ്ട്, അധികം താമസിയാതെ അങ്ങ് ഇവിടെ നിന്നും രക്ഷപ്പെടുമെന്ന്. ആ ഇടയ്ക്കാണ് ഒരു കച്ചവട സംഘം കൻആനിലൂടെ ഈജിപ്തിലേക്ക് യാത്ര പോയിരുന്നത്. മിസ്റുകാരനായിരുന്ന മാലിക് ബിൻ സുഹൈറും സംഘവുമായിരുന്നു അത്. അദ്ദേഹം ഈജിപ്തിലേക്ക് തിരിച്ചു പോകുന്നതിനിടെ കൻആനിലെ ആ മലമ്പ്രദേശത്ത് അല്പം വിശ്രമിക്കുന്നതിനായി താവളമുറപ്പിച്ചു. കയ്യിൽ സൂക്ഷിച്ചിരുന്ന ജലം എല്ലാം കഴിഞ്ഞിരുന്നു. മാലിക് തന്റെ അനുചരന്മാരെ വിളിച്ച് അടുത്തെവിടെ നിന്നെങ്കിലും വെള്ളം കിട്ടുവാൻ മാർഗമുണ്ടോ എന്നറിഞ്ഞു വരുവാൻ നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ അനുചരന്മാർ വെള്ളം തേടി നടക്കുന്നതിനിടയിൽ ഒരു സ്ഥലത്ത് കന്നുകാലികൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടു. യൂസഫ് നബിയുടെ ദേഹത്ത് നിന്ന് പുറപ്പെടുന്നുണ്ടായിരുന്ന സുഗന്ധം ആസ്വദിച്ചാണ് ആ കന്നുകാലികൾ നിന്നിരുന്നത്. അതിനടുത്ത് പക്ഷികൾ പാറിക്കളിക്കുന്നത് കണ്ടു. അതിനടുത്തേക്ക് അവർ ചെന്നപ്പോൾ കിണർ കണ്ടു. അതിൽ നിന്നും വെള്ളം ശേഖരിക്കാൻ തൊട്ടിയിറക്കി. ഇതേ സമയം യൂസഫിന്റെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, യൂസഫേ, താങ്കൾക്ക് ഇവിടെ നിന്നും വിടേണ്ടതായ ദിവസമിതാ ആസന്നമായി എന്നറിയിപ്പ് നൽകി. ആ സമയത്താണ് തൊട്ടി താഴേക്ക് വന്നത്. തൊട്ടിയിൽ കയറ്റിയിരുത്തിയതാണെന്നും കയറിയിരിക്കാൻ പറഞ്ഞതാണെന്നും കിസ്സകളിൽ പറയുന്നുണ്ട്. മാലിക്കിന്റെ അനുചരൻ തൊട്ടിയിൽ കനം തൂങ്ങിയപ്പോൾ കയർ മുകളിലേക്ക് വലിച്ചു. തൊട്ടി മുകളിലെത്തിയപ്പോൾ അതിലിരിക്കുന്ന സുന്ദരനായ യുവാവിനെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന്റെ നിസ്തുലമായ സൗന്ദര്യം കണ്ട് അത്ഭുതപ്പെട്ടു. യൂസഫ് നബിയുടെ സൗന്ദര്യം വർണ്ണനയ്ക്കും അപ്പുറമാണ്. മാലിക്കും അനുചരന്മാരും യൂസഫിന്റെ സൗന്ദര്യത്തിൽ സ്വയം മറന്നു നിന്നുപോയി. യൂസഫിന് വേണ്ട ഭക്ഷണവും മാലിക് നൽകി. പതിവ് പോലെ യൂസഫിനെ കുറിച്ചറിയുവാൻ സഹോദരങ്ങളെത്തി. യൂസഫിനെ പേരെടുത്ത് വിളിച്ചെങ്കിലും പ്രതികരണമുണ്ടായില്ല. അവർ ആ പ്രദേശത്ത് അന്വേഷണം ആരംഭിച്ചു. അപ്പോഴാണ് കുറച്ചകലെ ഒരു സംഘത്തെ അവർ കണ്ടത്. അത് മാലിക്കും സംഘവുമായിരുന്നു. അവരങ്ങോട്ട് ചെന്നു. ആ കൂട്ടത്തിൽ അവർ യൂസഫിനെ കണ്ടു. അവർ 10 പേരും അങ്ങോട്ട് ഓടിച്ചെന്നു. സംഘത്തെ വളഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രസ്താവിച്ചു, ഇവനെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇവനെ ഞങ്ങൾക്ക് വിട്ടുതരണം. മാലിക് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഈ ബാലനെ ആ കിണറ്റിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇവന്റെ ആരാണ് നിങ്ങൾ? പ്രഭോ, ഇവൻ ഞങ്ങളുടെ പിതാവിന് ഒരടിമ സ്ത്രീയിൽ ഉണ്ടായ പുത്രനാണിവൻ. വിൽക്കുവാനായി കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ അരികിൽ നിന്നും കടന്നു കളഞ്ഞതാണ്. റൂബിലിന്റെ ഈ ഞെട്ടിക്കുന്ന വാക്കുകൾ കേട്ട് യൂസഫ് നബി അലൈഹിസ്സലാം പൊട്ടിക്കരഞ്ഞു. കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് യൂസഫിനെ അബ്രാനി ഭാഷയിൽ അവർ ഭീഷണിപ്പെടുത്തി. ഈ ഭാഷ മാലിക്കിന് അറിയില്ലായിരുന്നു. അവരുടെ വാക്കുകൾ കേട്ട യൂസഫ് ഞെട്ടി. ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. യൂസഫ് ജ്യേഷ്ഠന്മാരെ നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്തിനാണ് ജ്യേഷ്ഠന്മാരെ നിങ്ങൾ ഈ വിധം നുണ പറയുന്നത്? അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് അവർ യൂസഫിനെ ഭീഷണിപ്പെടുത്തി. അവർ സംസാരിച്ചിരുന്നത് അബ്രാനി ഭാഷയിലായിരുന്നു. ആ ഭാഷ മാലിക്കിന് അറിയില്ലായിരുന്നു. എന്നിട്ടവർ മാലിക്കിനോട് പറഞ്ഞു, ഇവൻ തന്റെ അടിമയാണെന്നും യൂസഫിനെ ഞങ്ങൾക്ക് തന്നെ വിട്ടുതരണമെന്നും അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ മാലിക് അവരോടായി പറഞ്ഞു, ഇവനെ നിങ്ങൾ ഈ ബാലനെ വിൽക്കാൻ കൊണ്ടുപോവുകയാണെങ്കിൽ ഇവനെ ഞാൻ ഏറ്റെടുത്തോളാം. എന്നാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഭീമമായ തുക നൽകാൻ എന്റെ കയ്യിലില്ല. അങ്ങനെ തുച്ഛം കാശിന് അവർ യൂസഫിനെ മാലിക്കിന് വിറ്റു. ആ രേഖയും അവർക്ക് കൈമാറി. ഏതാനും ദിർഹം എന്നതിന് 20 22 എന്ന് 2 അഭിപ്രായങ്ങൾ തഫ്സീർ ജലാലൈനയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വപ്ന ദർശനമുണ്ടായി. സുന്ദരനായ ഒരു ബാലനെ നിങ്ങൾക്ക് കിട്ടുമെന്നും അവൻ കാരണം നിങ്ങൾ ധനികനാകുമെന്നും. ആ സമയം അവർ മാലിക്കിനോട് പറഞ്ഞു, ഇവനെ നിങ്ങൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ അരികിൽ നിന്ന് ചാടിപ്പോയതുപോലെ നിങ്ങളുടെ അരികിൽ നിന്നും ചാടിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ ഇവനെ സൂക്ഷിക്കുക. മാലിക്കിന് യൂസഫിനെ തുച്ഛമായ വിലക്ക് അടിമയായി നൽകി. മാലിക് കുറെ നിർദ്ദേശങ്ങളും നൽകി. അങ്ങനെ റൂബിലും മനിയന്മാരും അവിടെ നിന്ന് മടങ്ങി. മാലിക്കും കച്ചവട സംഘവും യൂസഫിനെയും കൊണ്ട് മിസ്റിലേക്ക് യാത്ര തിരിച്ചു. യാത്രാവേളയിൽ പല അത്ഭുതങ്ങളും സംഭവിച്ചു. ഈജിപ്തിലെ നൈൽ നദി തീരത്ത് അവർ ഇറങ്ങി. യൂസഫിനെ അവിടെ വെച്ച് കുളിപ്പിച്ച് നല്ല പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു. തലയിൽ കിരീടം പോലുള്ള ഒരു തലപ്പാവും അണിയിച്ചു. കുതിരപ്പുറത്തായി മുന്നിൽ നയിച്ചു. ആ വേഷഭൂഷാദിയിൽ യൂസഫ് നബിയുടെ സൗന്ദര്യം ഇരട്ടിച്ചു. മാലിക്കും സംഘവും മിസ്റിൽ എത്തിച്ചേർന്നു. മാലിക് യൂസഫിനെ കൊണ്ടുവന്ന് ഭാര്യയോട് പറഞ്ഞു, ഇവന് മാന്യമായ താമസ സൗകര്യം നൽകുക. ഇവനെ നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമുക്കവനെ മകനായി സ്വീകരിക്കാം. കച്ചവട പ്രമാണിയായ മാലിക് അതീവ സൗന്ദര്യവാനായ ഒരു അടിമയെ കൊണ്ടുവന്നെന്ന വാർത്ത മിസ്റിലെ ജനങ്ങൾ അറിഞ്ഞു. അദ്ദേഹത്തെ കാണാൻ ആ നാട്ടിലെ ജനങ്ങൾ മാലിക്കിന്റെ വീട്ടിലേക്ക് പ്രവഹിച്ചു. ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കുവാൻ മാലിക് യൂസഫിനെ കാണാൻ വരുന്നവർക്ക് നിശ്ചിത ഫീസ് ഈടാക്കാൻ തീരുമാനിച്ചു. എന്നിട്ടും ആളുകളുടെ പ്രവാഹത്തിന് ഒരു കുറവും സംഭവിച്ചില്ല. ഈജിപ്തിന്റെ അയൽ രാജ്യമാണ് മിറാക്കിഷ്. ആ രാജ്യത്തെ രാജാവാണ് തൈമൂസ്. അദ്ദേഹത്തിന് ഒരേയൊരു മകൾ ഉണ്ടായിരുന്നു, പേര് സുലേഹ. സൗന്ദര്യത്താൽ അവർ കേൾവി കേട്ടിരുന്നു. ആ രാജകുമാരി
കുഞ്ഞിലെ ഉമ്മ നഷ്ടപ്പെട്ട ആ രാജകുമാരിയുടെ ഏതൊരാഗ്രഹവും രാജാവായ ആ പിതാവ് നിറവേറ്റി കൊടുത്തിരുന്നു. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വന്ന് നിൽക്കുന്നതായി അവൾ സ്വപ്നം കണ്ടു. പിന്നീട് സുലേഖ ചിത്തഭ്രമം പിടിച്ചതുപോലെ പെരുമാറുവാൻ തുടങ്ങി. ഇതറിഞ്ഞ രാജാവ് മകളെ ചികിത്സിക്കാൻ പല വൈദ്യന്മാരെയും നിയോഗിച്ചെങ്കിലും വിഫലമായിരുന്നു. സുലേഖയുടെ വളർത്തുമ്മയോട് എല്ലാം വിശദീകരിച്ചു സുലേഖ പറഞ്ഞു, മിസ്റിലെ അസീസിനെയാണ് സ്വപ്നത്തിൽ ദർശിക്കുന്നതും അദ്ദേഹത്തെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്നും. ഈ വാർത്ത രാജാവിന്റെ അരികിലുമെത്തി. ഇതിൽ സത്യമുണ്ടോ എന്നറിയുവാൻ വേണ്ടി രാജാവ് മിസ്റിലെ അസീസിന് കത്തയച്ചു. ആ കത്തിലെ കുറിപ്പുകൾ ഇങ്ങനെയായിരുന്നു: മിസ്റിലെ അസീസ് തൈമൂസ് രാജാവ്, എന്റെ മകൾ സുലേഖയെ താങ്കൾക്ക് വിവാഹം ചെയ്തു തരുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ അഭിപ്രായം അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ കത്ത് വായിച്ച അസീസ് സന്തുഷ്ടനായി. തനിക്ക് അങ്ങനെയൊരു ഭാഗ്യം ലഭിച്ചതിൽ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായി. മിസ്റിലെ അസീസ്, അസീസ് എന്ന സ്ഥാനപ്പേരാണ്. അന്നത്തെ ഈജിപ്തിലെ രാജാവ് റയാൻ ഇബ്നു വലീദായിരുന്നു. ഈജിപ്തിലെ രാജാവിന്റെ കീഴിലുള്ള പ്രഭുവിനെയാണ് അസീസ് എന്ന നാമകരണം ചെയ്യുന്നത്. സമ്മതം അറിയിച്ചു. വിലമതിക്കാനാവാത്ത പാരിതോഷികങ്ങളുമായി അസീസ് തൈമൂസ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ദൂതനെ അയച്ചു. അന്നത്തെ അസീസായിരുന്ന കിഫ്തീർ തന്റെ മകൾ സ്വപ്നത്തിൽ കണ്ടത് കിഫ്തീറിനെ ആണെന്നാണ് തൈമൂസ് രാജാവ് വിചാരിച്ചത്. അങ്ങനെ അസീസിന്റെയും സുലേഖയുടെയും വിവാഹ ചടങ്ങുകൾ മംഗളമായി നടന്നു. വിവാഹ ദിവസം ആദ്യരാത്രി തന്നെ സുലേഖ ആ സത്യം മനസ്സിലാക്കി. താൻ സ്വപ്ന ദർശനം നടത്തിയ യുവാവല്ല തന്റെ ഭർത്താവെന്ന്. അവർ ഈ കാര്യങ്ങളെല്ലാം തന്റെ വളർത്തുമ്മയോട് പറഞ്ഞു കരഞ്ഞു. അപ്പോൾ അവളെ ഉപദേശിച്ചെന്നും കിസ്സകളിൽ പറയുന്നു. സുലേഖ അസീസുമായി അടുക്കാതിരിക്കുന്നതിനുള്ള ഓരോ സൂത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇങ്ങനെ ആ ദമ്പതികൾ അപ്രത്യക്ഷത്തിൽ മാത്രം ദമ്പതിമാരും വാസ്തവത്തിൽ അന്യരുമായി വർത്തിച്ചിരുന്ന കാലത്താണ് യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്റിൽ എത്തുന്നത്. ഇൻഷാ അല്ലാഹ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും സുലേഖ ബീവിയുടെയും ഇനിയുള്ള ചരിത്രങ്ങൾ അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.